ശീതയുദ്ധകാലത്തിൻ്റെ തുടർച്ചയാണ് സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ വലിയ സ്വാധീനം അറബ് രാജ്യങ്ങളിൽ 1950കളിലും 60കളിലും ഉണ്ടായി. സോഷ്യലിസവും അറബിസവും കൂട്ടിച്ചേർത്ത് ബാത്ത് അറബിസം ഈ മേഖലയിൽ ശക്തിയാർജിച്ചു. പശ്ചിമേഷ്യയിലും നോർത്ത് ആഫ്രിക്കയിലും ബാത്ത് അറബ് സോഷ്യലിസ്റ്റുകൾ നിരവധി രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു. ഇത്തരം രാജ്യങ്ങളെ റാഡിക്കൽ അറബ് സ്റ്റേറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്. 1980കളാകുമ്പോഴേക്കും ഈ രാജ്യങ്ങളിലൊക്കെ പലവിധ സംഘർഷങ്ങൾ രൂപപ്പെടുകയും ബാത്തിസം തകരുകയും പുതിയ സർക്കാരുകൾ അധികാരത്തിൽ വരികയും ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയായിരുന്നു ബാത്ത് അറബ് ഭരണകൂടങ്ങളെ നിലനിർത്തിയ പ്രധാനപ്പെട്ട കാര്യം. ലിബിയ, ഇറാഖ്, സിറിയ, ഈജിപ്ത് ഈ രാജ്യങ്ങളെല്ലാം ബാത്ത് അറബിസത്തിൻ്റെ ശക്തി ദുർഗങ്ങളായിരുന്നു. 2011 അറബ് വസന്തം വിരിഞ്ഞതോടുകൂടി ലിബിയയിലും ടുണീഷ്യയിലും ഈജിപ്തിലും ഒക്കെ ബാത്ത് അറബ് ഭരണകൂടങ്ങൾ തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഈ മേഖലയിൽ അവശേഷിക്കുന്ന ബാത്തിസത്തിൻ്റെ ഏക ശക്തി കേന്ദ്രം സിറിയ മാത്രമാണ്. സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ 2011 അറബ് ലോകത്ത് എമ്പാടും ആരംഭിച്ച അറബ് വസന്തത്തിൻ്റെ ഉയിർപ്പ് സിറിയയിലുമുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഹോംസ് ആയിരുന്നു. മധ്യ സിറിയൻ നഗരമാണ്. വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. 2011 ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി അറബ് വസന്തം വിരിഞ്ഞ സാഹചര്യത്തിൽ സിറിയയിലെ ആയിരക്കണക്കിന് മനുഷ്യർ, അതിൽ സെക്കുലറിസ്റ്റുകളുണ്ട്, സുന്നി ദേശീയവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, സിറിയൻ നാഷണലിസ്റ്റുകളുണ്ട്, കുർദുകളുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ബാഷർ അൽ അസദിനെതിരെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം 2011 ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന ഈ ജനകീയ ഉയർപ്പിനെ അതിശക്തമായി സൈന്യത്തെ ഉപയോഗിച്ച് ചോരയിൽ മുക്കി അടിച്ചമർത്തുന്ന ഒരു നയമാണ് ബാഷർ അൽ അസദ് സ്വീകരിച്ചത്. അതിക്രൂരമായ ഈ അടിച്ചമർത്തലിൻ്റെ ഓരം ചേർന്ന് ഈ ജനകീയ പ്രസ്ഥാനം സാവധാനം തീവ്രവാദ സ്വഭാവമുള്ള സംഘങ്ങളായും പോരാട്ട സംഘങ്ങളായും മാറുകയും വിമതർ എന്ന ടാഗ് ലൈനിൽ സിറിയൻ സൈന്യത്തിനെതിരെ നിരന്തരമായി പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. റഷ്യയുടെയും ഇറാൻ്റെയും ശക്തമായ പിന്തുണയാണ് ഈ വിമത മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താനും ഡമാസ്കസിൽ അധികാരം നിലനിർത്തുവാനും ബാഷർ അൽ അസദിനെ സഹായിച്ച സുപ്രധാന ഘടകം. ഇപ്പോഴും ഡമാസ്കസിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. പല വിധത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷനുകളും നടത്തുന്നത് ഇറാൻ്റെ സംഘാടന വൈഭവവും അവരുടെ സൈനിക ശേഷിയും ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതോടൊപ്പം റഷ്യക്കാർ, അവരുടെ സൈന്യമുണ്ട്, അവരുടെ ആയുധങ്ങളുണ്ട്. പലപ്പോഴും റഷ്യൻ വ്യോമസേന നേരിട്ട് വിമത കേന്ദ്രങ്ങളിൽ കാർപ്പറ്റ് ബോംബിങ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. റഷ്യയുടെയും ഇറാൻ്റെയും ശക്തമായ പിന്തുണയാണ് ബാഷർ അൽ അസദിനെ നിലനിർത്തുന്ന ഘടകം എന്നത് അവിതർക്കിതമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ ശാക്തിക ബലാബലത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയത് 2014 ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മിന്നൽ പിണർ മുന്നേറ്റമായിരുന്നു. 2014 മുതൽ 18 വരെ ഉത്തര ഇറാഖും ഉത്തര സിറിയയും അടങ്ങുന്ന വലിയ പ്രദേശം, വലിയ ടെറിട്ടറി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഉത്തര സിറിയയിലെ റാഖ ആയിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ
പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം, തലസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത്. കുർദിഷ് ഫോഴ്സസ്, അതുപോലെ അമേരിക്കൻ സഹായത്തോടു കൂടിയുള്ള സംഘങ്ങൾ, സിറിയയുടെ ഔദ്യോഗിക സൈന്യം എന്നിങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളും അവർക്ക് വേണ്ടി പോരടിക്കുന്ന സംഘങ്ങളൊക്കെ ചേർന്ന് 2018 ആകുമ്പോഴേക്കും അതിതീവ്ര സുന്നി സംഘമായ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഉത്തര ഇറാഖിൽ നിന്നും ഉത്തര സിറിയയിൽ നിന്നും പുറത്താക്കാൻ കഴിഞ്ഞു. ഈ മുന്നേറ്റം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിനുശേഷം ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയാം. എങ്കിലും ഉത്തര ഇറാഖിൽ, ഉത്തര സിറിയയിൽ ഏകദേശം 30% വരുന്ന പ്രദേശം ഇന്ന് കുർദിഷ് ഫോഴ്സസിൻ്റെ നിയന്ത്രണത്തിലാണ്. കുർദ് പോരാട്ട സംഘങ്ങളാണ് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പുറത്താക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. ഇന്ന് റാഖ നഗരം ഉൾപ്പെടെയുള്ള ഉത്തര സിറിയൻ പ്രദേശങ്ങൾ കുർദ് സായുധ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ്. സിറിയയും തുർക്കിയും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സിറിയൻ നാഷണൽ ആർമിയും റെസിസ്റ്റൻ്റ് ഫ്രണ്ടും വലിയൊരു പ്രദേശം അവരുടെ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നു. മധ്യ സിറിയയിൽ ചെറിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റ് പ്രദേശങ്ങളിൽ ഒരു 70% വരുന്ന സിറിയൻ പ്രദേശങ്ങൾ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറയാം. ഇപ്പോൾ 2018 ഇസ്ലാമിക് സ്റ്റേറ്റ് തകർക്കപ്പെട്ടതോടുകൂടി ഏകദേശം സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയാം സിറിയൻ സിവിൽ വാർ. എങ്കിലും സിറിയയുടെ മുഴുവൻ പ്രദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് 2022 ഫെബ്രുവരി 14 റഷ്യ ഉക്രൈൻ ആക്രമിക്കുന്നത്. റഷ്യൻ ഉക്രൈൻ സംഘർഷം, യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. റഷ്യയ്ക്ക് കനത്ത ആൾനാശവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ചരിത്ര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഉപരോധത്തിന് റഷ്യ വിധേയമായിരിക്കുന്നു. അവിടെ പോരാട്ടത്തിന് വേണ്ടി ഇസ്രായേലിനെയും നോർത്ത് കൊറിയയുടെ സായുധ സൈന്യത്തെയും 10,000-ഓളം നോർത്ത് കൊറിയൻ സൈനികർ ഇപ്പോൾ റഷ്യയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ രൂപത്തിൽ റഷ്യ മറ്റു രാജ്യങ്ങളെ, ഇറാനെയും നോർത്ത് കൊറിയയെയും ഒക്കെ ആശ്രയിച്ച് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം റഷ്യയ്ക്കുണ്ടായിരിക്കുന്നു. അതോടൊപ്പം റഷ്യയുടെ ചൈന ആശ്രിതത്വം ഏറെക്കുറെ സമ്പൂർണ്ണമായി തീരുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു യുദ്ധമേഖലയിൽ ഇടപെടാനോ സഹായം ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യം ഇപ്പോൾ റഷ്യയ്ക്കില്ല. അതോടൊപ്പം ഒക്ടോബർ 7, 2023 ആരംഭിച്ച ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ശക്തമായ പ്രതിരോധം കൊണ്ടുവരുന്നത് ഇറാൻ്റെ പ്രോക്സികളാണ്. ചെങ്കടൽ കേന്ദ്രീകരിച്ച ഹൂത്തികളും ലെബനൻ കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളയും ഹമാസിനും വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഹൂത്തി കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു. ഹിസ്ബുള്ളയെ നേരിട്ട് ആക്രമിച്ച് ഇപ്പോൾ വെടിനിർത്തലിൽ എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനും അതിൻ്റെ പ്രോക്സികളും വലിയ രൂപത്തിൽ ദുർബലപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സിറിയയുടെ ഏറ്റവും ശക്തരായ 2 പിന്തുണക്കാർ, ഇറാനും റഷ്യയും, അവരവരുടെ സംഘർഷങ്ങളിൽ പെട്ടതോടുകൂടി പുതിയ ഒരു ഉയർപ്പ് ഉണ്ടാവുകയാണ്. 2011 ആരംഭിച്ച സിറിയൻ ഉയിർപ്പിൽ അത് പിന്നീട് ആഭ്യന്തര യുദ്ധമായി മാറുകയുണ്ടായി. ഏറ്റവും ശക്തമായ ഒരു സംഘമായി പ്രവർത്തിച്ചത് അൽ നുസ്ര ഫ്രണ്ടാണ്. അൽ നുസ്ര ഫ്രണ്ട് ആദ്യം അൽ ഖ്വയ്ദയുമായി അഫിലിയേറ്റ് ചെയ്ത ഒരു തീവ്രവാദ സംഘമായിരുന്നു. പിന്നീട് അവർ അൽ ഖ്വയ്ദയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയും സിറിയൻ ദേശീയ മുന്നണി എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരികയുമാണ്. ഇപ്പോൾ അവർക്ക് ഏറ്റവും ശക്തമായ പിന്തുണ കിട്ടുന്നത് തുർക്കിയിൽ നിന്നാണ്. തുർക്കി അതിർത്തി മേഖലയിൽ അൽ നുസ്ര ഫ്രണ്ട് 2021 ആകുമ്പോഴേക്കും പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ജൊലാനിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അൽ നുസ്ര ഫ്രണ്ട് പുതിയ രൂപത്തിൽ ഒരു സിറിയൻ ദേശീയ പ്രസ്ഥാനമായിട്ട് രൂപപ്പെടുന്നത്. അത് സിറിയയുടെ മോചന മാത്രമല്ല, അൽ ഷാം എന്ന പ്രദേശത്തിൻ്റെ മൊത്തം, അൽ ഷാം എന്ന പ്രദേശം ഇന്നത്തെ ഫലസ്തീനും സിറിയയും ഒക്കെ ഉൾപ്പെടുന്ന വിശാലമായൊരു പ്രദേശമാണ്. അതിന് ഗ്രേറ്റർ സിറിയ എന്ന പേരിൽ
അറിയപ്പെടുന്ന ഭൂപ്രദേശമാണ്. അപ്പോൾ സിറിയയും ഫലസ്തീനും ലെബനൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത ഒരു വലിയ പ്രദേശം അവർ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം HTS എന്ന പേരിൽ അൽ നുസ്ര ഫ്രണ്ട് പുനഃസംഘടിപ്പിച്ചു. ഇതിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ മാറ്റം വളരെ പ്രകടമാണ്. അതിലൊന്നാമത്തത് അൽ ഖ്വയ്ദ ബ്രാൻഡിലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദത്തോട് അവർ വിട പറയുകയും ഒരു ഡെമോക്രാറ്റിക് ഇസ്ലാമിസ്റ്റ് ആശയഗതിയിലേക്ക് അവർ സ്വയം മാറുകയും ചെയ്തു. ഇസ്ലാമിക് ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ആധുനിക കാലത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആശയ ലോകത്തേക്ക് അവർ മാറി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അവർ അൽ ഷാം, ആ പ്രദേശത്തിൻ്റെ മൊത്തം മോചനം, അപ്പോൾ അൽ ഷാം ദേശീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവർ പുനഃസംഘടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരേ സമയം ദേശീയതയും ഇസ്ലാമിക ജനാധിപത്യത്തിൻ്റെ അംശങ്ങളും ചേർത്ത് പുതിയ ഒരു ആശയ പരിസരം കൂടി HTS രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് അൽ നുസ്ര ഫ്രണ്ട് പുനർനാമകരണം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഈ പ്രത്യയശാസ്ത്രപരമായ മാറ്റവും കൂടി ഉൾച്ചേർന്നിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഒരാധുനികമായ രൂപത്തിൽ പ്രയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരുപക്ഷേ ഈ രൂപത്തിലുള്ള മാറ്റമായിരിക്കാം അവർക്ക് പുതിയ രൂപത്തിലുള്ള സംഘാടന മികവും പോരാട്ട ശക്തിയും നൽകിയിട്ടുള്ളത്. അൽ ഖ്വയ്ദ ബ്രാൻഡിലുള്ള അതിതീവ്ര ഭീകരത കൊണ്ട് ജനങ്ങളെ വലിയ രൂപത്തിൽ സംഘടിപ്പിക്കുവാനോ ലോകത്തിൻ്റെ അംഗീകാരം നേടുവാനോ സാധ്യമല്ല എന്ന തിരിച്ചറിവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു മിന്നൽ പിണർ മുന്നേറ്റത്തിലൂടെ HTS അലപ്പോ കീഴടക്കുന്നത്. അലപ്പോയ്ക്ക് വലിയ റൈച്വൽ സ്റ്റാറ്റസ് ഉള്ള നഗരമാണ്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിലാണ് അലപ്പോ നഗരം സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയുമായി വളരെ അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ്. സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് അലപ്പോ. 2016 ശേഷം 2016 അലപ്പോ സിറിയൻ സൈന്യം തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം 2024 വരെ ഇത്രയും 8 വർഷക്കാലത്തോളമായി പൂർണ്ണമായി ഈ നഗരം സർക്കാർ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. കാര്യമായ പ്രതിരോധം പോലും അലപ്പോ നഗരത്തിൽ കാഴ്ചവെക്കാൻ ബാഷർ അൽ അസദിൻ്റെ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. മിന്നൽ പിണർ മുന്നേറ്റമായിരുന്നു. തുർക്കിയുടെ പിന്തുണയും അവർക്കുണ്ട്. അത്യന്താധുനികമായ ആയുധങ്ങളും ആയുധശേഷിയും അവർക്കുണ്ട്. വലിയ മുന്നേറ്റമായിരുന്നു. അലപ്പോ നഗരം വീണു. അലപ്പോയിൽ നിന്നവർ മധ്യ സിറിയൻ ജില്ല ഹോംസിലേക്ക് നീങ്ങി. ഹമ ഹോംസ് പ്രദേശം ലക്ഷ്യമാക്കിയിട്ടാണ് അവർ നീങ്ങുന്നത്. ഏറ്റവും അവസാനം കിട്ടിയ വിവരം പ്രകാരം ഹോംസ് നഗരം പൂർണ്ണമായി അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അടുത്ത ചോദ്യം ഡമാസ്കസ് വീഴുമോ എന്നതാണ്. ഇതിനിടെ HTSൻ്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടത്ര സഹായം ഇറാൻ നൽകുന്നില്ല എന്ന് ബാഷർ അൽ അസദ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതും ഒരു വാസ്തവമാണ്. കാരണം സിറിയൻ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ പറ്റുന്ന വിഭവശേഷി ഇപ്പോൾ ഇറാൻ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം വലിയ രൂപത്തിൽ ഇറാൻ്റെ റിസോഴ്സസ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. മാത്രവുമല്ല, ഇറാനിൽ തന്നെ ഇസ്രായേലിൻ്റെ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഉപരോധവും വളരെ ശക്തമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇറാന് കാര്യമായ സഹായം ചെയ്യാൻ സാധിക്കും എന്ന് ഈ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. അതോടൊപ്പം മുന്നേറുന്ന HTS സായുധ സംഘത്തിനെതിരെ ഭീകര പ്രസ്ഥാനമായിട്ടാണ് അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. അതേസമയം മറ്റു പല രാജ്യങ്ങളും, ചൈനയും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവരെ ഭീകര സംഘത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല. റഷ്യൻ വ്യോമസേന സിറിയൻ സൈന്യവുമായി ചേർന്ന് വിമതർക്കെതിരെ, വിമതർ എന്ന വാക്ക് എത്രമാത്രം പ്രസക്തമാണ് എന്നത് വേറൊരു വിഷയം. കാരണം 2011 ശേഷം ആ രാജ്യം ആഭ്യന്തര യുദ്ധത്തിൽ അമർന്നിരിക്കുകയാണ്.
അപ്പോൾ അവിടെ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇത് എത്രമാത്രം അവരുടെ മുന്നേറ്റത്തെ, HTSൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുമെന്നുള്ളത് നമുക്ക് ഭാവിയിൽ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. ഏതായാലും ഡമാസ്കസിലേക്ക് അവർ മുന്നേറുകയാണ്. ഇത് ബാഷർ അൽ അസദിൻ്റെ പതനത്തിലേക്ക് നയിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. HTSനെ പോലെയുള്ള ഒരു സംഘം വളരെ കൃത്യമായ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രവും സിറിയൻ അൽഷാം ദേശീയതയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘം സിറിയയിൽ അധികാരം പിടിച്ചാൽ അത് മേഖലയുടെ ശാക്തിക ബലാബലത്തെ മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശക്തമായ സഹായം റഷ്യയുടെയും ഇറാൻ്റെയും ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും ബാഷർ അൽ അസദിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഡമാസ്കസ് വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതോടൊപ്പം സിറിയയുടെ ഒരു വലിയ പ്രത്യേകത 75% സുന്നി മുസ്ലിമുകളാണ് അവിടെ അധിവസിക്കുന്നത്. 25% ഷിയാക്കളാണ്. അതിൽ ഈ ഷിയാക്കളാണ് ബാഷർ അൽ അസദിൻ്റെ സൈന്യവും ബ്യൂറോക്രസിയും ഒക്കെ. അതൊരു ഷിയ ഭരണകൂടമാണ് എന്ന് പറയാം. മാത്രമല്ല ബാഷർ അൽ അസദ് ആ മേഖലയിൽ രൂപപ്പെട്ട ഷിയ സഖ്യത്തിൻ്റെ ഭാഗവുമാണ്. ഇറാനും ഇറാഖും സിറിയയും അടങ്ങുന്ന ഈ 3 രാജ്യങ്ങൾ ഷിയ സഖ്യത്തിലുണ്ട്. അതോടൊപ്പം നിരവധി പ്രോക്സികളും ഷിയ പ്രോക്സികളും അവിടെയുണ്ട് എന്നുള്ളത് നമുക്കറിയാം, ഹൂത്തികളും ഹിസ്ബുള്ളയും അടക്കം. അപ്പോൾ ഇറാഖിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് സിറിയയിലുള്ളത്. ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണകൂടം അവിടെ നിൽക്കുമ്പോൾ അതൊരു സുന്നി ഭരണകൂടമായിരുന്നു. എന്നാൽ ഇറാഖിൽ മഹാഭൂരിപക്ഷവും 70%-ലധികം ഷിയ വിശ്വാസികളായിരുന്നു. സിറിയയിൽ നേരെ തിരിച്ചാണ്. അവിടെ ഒരു ഷിയ ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. മഹാഭൂരിപക്ഷം ജനങ്ങൾ സുന്നികളാണ്. ബാഷർ അൽ അസദിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേകത, സൈന്യത്തിൻ്റെ മഹാഭൂരിപക്ഷവും ഷിയാക്കളാണ്. ഭരണകൂടത്തിൻ്റെ പോസ്റ്റുകളെല്ലാം തന്നെ ഷിയാക്കളാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജനസംഖ്യാ പ്രശ്നവും സിറിയയുടെ സാഹചര്യത്തിലുണ്ട്. എന്നുവെച്ചാൽ മഹാഭൂരിപക്ഷം വരുന്ന ആ രാജ്യത്തിലെ സുന്നികൾക്ക് ഭരണകൂടത്തിലോ ദൈനംദിന ഭരണസംബന്ധിയായ വിഷയങ്ങളിലോ കാര്യമായ റോളൊന്നുമില്ല എന്നതും ഈ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് സുന്നികളുടെ മാത്രമല്ല വലിയ വിഭാഗം ആളുകൾ ബാഷർ അൽ അസദിൻ്റെ ഏകാധിപത്യത്തിൽ അസംതൃപ്തരുമാണ്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം പിന്തുണ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഡമാസ്കസിൽ പോലും തൻ്റെ അധികാരം ഉറപ്പിക്കാൻ ബാഷർ അൽ അസദിന് കഴിയും എന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. 1980 മുതലൊക്കെ തുടരുന്ന ഏകാധിപത്യത്തിന് ഒരുപക്ഷെ അവസാനം കുറിച്ചേക്കാം. ആ ദിശയിലേക്കാണ് സിറിയയിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നത്.